ഹായ് ഓൾ അസ്സാം വലൈക്കും വരഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ തലേദിവസം രാത്രി തന്നെ കുറേ പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ വലിയൊരു നഷ്ടം, അത് ഞാനിത്ര സിമ്പിളായിട്ട് പറയുകയാണെങ്കിലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വീണ്ടും വലിയൊരു ചതിയിലേക്ക് ഞാൻ അകപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു ദിവസമായതുകൊണ്ട് അന്നത്തെ രാത്രി ഫുള്ളായിട്ട് എനിക്ക് നഷ്ടപ്പെട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആകെ വിഷമവും സങ്കടവും ബുദ്ധിമുട്ടും പ്രയാസവും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോയൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഒന്നും തന്നെ പ്രിപ്പറേഷൻസ് നടത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കണം, അപ്പോൾ അതിന് വേണ്ട വെജീസ് എല്ലാം തലേ ദിവസം കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കാം, എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അത് സാധിച്ചില്ല. അപ്പോൾ പിന്നെ ദേ പിറ്റേ ദിവസം വീണ്ടും രാവിലെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ചിലരെങ്കിലും പറയും പണികൾ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായിട്ട് ഫ്രഷായിട്ട് പോയിക്കൂടെയെന്ന്. ഞാൻ ചെയ്യുന്ന പണികളും പിന്നെ എൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഡ്രസ്സിലാക്കാത്ത രീതിയിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ടൈം എനിക്ക് അങ്ങനെ ഇറങ്ങി ഓടാനായിട്ട് പറ്റില്ല. റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചില്ലെങ്കിൽ പോലും എനിക്ക് പോകാനായിട്ട് പറ്റും. അതുകൊണ്ട് എൻ്റെ ഒരു കംഫർട്ടബിൾ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇതിനെയൊക്കെ ആരാണ് അടുത്തിരുത്തുന്നത് നാറിയിട്ട് എന്നുകൊണ്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഞെട്ടൽ വരുന്നെന്ന്. ഞങ്ങളുടെ ഭാഷ എനിക്കറിയില്ല അത് അവരെന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ അത്രയും മോശമായ രീതിയിൽ പറയാം. ഞാൻ മീനിൻ്റെ വെള്ളം എടുത്ത് എൻ്റെ തലയിൽ ഒഴിച്ചിട്ടൊന്നും അല്ലല്ലോ ജോലികൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ മാക്സി ഇട്ട് പണികൾ ചെയ്തിട്ട് മാക്സിയിൽ തുടയ്ക്കുന്ന ആ ഒരു ഇതും ഇതിൽ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും ബോധേഡാണ് ഞാൻ ക്ലാസ്സിലേക്ക് പോകണം, അതുകൊണ്ട് തന്നെ കുറച്ച് വൃത്തിക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ എൻ്റെ പാട്ടിന് വിടൂ ഗൈസ് പ്ലീസ്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചീക എടുത്ത് വയ്ക്കുന്നുണ്ട്, സാലഡും ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൈഡ് റൈസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഭയങ്കര പിശുക്കുണ്ടെന്ന് തോന്നുന്നു. ചിലരിങ്ങനെ മറക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ അതെ ഞാൻ റൈസ് ബാസ്മതി റൈസിലാണ് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റൗവിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രി 1 മണിക്കാണ്. എനിക്ക് എക്സാം ഉള്ള ഒരു ദിവസത്തെ തലേ ദിവസം 1 മണിക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ കമൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും പിന്നെ അതുപോലെ ഉപ്പ് ഇട്ടിട്ട് ഇതാക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു സംഭവം പരിചയപ്പെടുത്തി തരാം കേട്ടോ. അങ്ങനെ ഫൈനലി നമുക്ക് ഇറിറ്റേഷൻ ഇല്ലാത്ത പക്ഷെ പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു വൈറ്റമിൻ സി കിട്ടിയിട്ടുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ താങ്ക്സ് പറഞ്ഞാൽ മതി, ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് ഫ്രം ഹെവൻ എന്ന് പറയണം. അത്രയ്ക്കും ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. വൈറ്റമിൻ സിയുടെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന നല്ല അടിപൊളി ഒരു വൈറ്റമിൻ സി സിറം ആണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഡോക്ടർ ഷെത്തിന്റെ സെറമൈഡ് ആൻഡ് 10% വൈറ്റമിൻ സി ആംപ്യൂൾ സിറം. ഇതാണ് നോൺ ഇറിറ്റേറ്റിംഗ് ബ്രൈറ്റനിങ് സിറം. ഇത് വന്നിട്ട് പവർ ഓഫ് സെറമൈഡും വൈറ്റമിൻ സിയും കൂടിയുണ്ട്. വൈറ്റമിൻ സി വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനും, അതുപോലെ സെറമൈഡ് വന്നിട്ട് നമ്മുടെ സ്കിന്നിന് സ്ട്രെങ്തൻ തരുന്നു. അതേപോലെ സ്കിൻ ബാരിയർ സ്ട്രോങ് ആക്കും. നമുക്ക് ഇറിറ്റേഷൻ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് വന്നിട്ട് 99% പ്യൂർ ആൻഡ് സ്റ്റേബിൾ വൈറ്റമിൻ സി അടങ്ങിയതാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതേപോലെ തന്നെ നോൺ സ്റ്റിക്കിങ് കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ പവർ ഓഫ് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയ വൈറ്റമിൻ സി നമുക്ക് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കുന്നുണ്ട്. നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയ സെറമൈഡ് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് സ്ട്രെങ്തൻ ആക്കുന്നു. അതേപോലെ സ്കിൻ ബാരിയറിനെ ഭയങ്കര സ്ട്രോങ്ങും കൂടി ആക്കുന്നു. അത് മാത്രമല്ല ക്വിക്ക്ലി അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഷെത്തിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ആപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായ STS 2025 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ടോട് കിട്ടും. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ പോയി ചെയ്യട്ടെ. അപ്പോൾ ഞാൻ കണ്ട കമൻറ്റ് എന്താണെന്നറിയോ, ഇവർ ഫെമിനിസ്റ്റാണ്, ഇവരെ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നതാണ് കേട്ടോ. അങ്ങനെ പുതിയൊരു പേരും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഈ ഫെമിനിസ്റ്റ് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് അത്ര വലിയ മോശമായിട്ടുള്ള കാര്യമാണോ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറയുന്നത് അത്ര തെറ്റാണോ? അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ ഞാനൊരു ഫെമിനിസ്റ്റായിട്ട് എൻ്റെ ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ മക്കളുടെയും കാര്യങ്ങളൊന്നും നോക്കാതെ ഞാനിങ്ങനെ സർക്കിട്ട് അടിച്ച് നടക്കുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തിട്ടാണ് ഈ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങുന്നത്. എന്തായാലേ മനുഷ്യന്മാരുടെ ഓരോ ചിന്താഗതി. മൈ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഇപ്പം അധികം കമൻസ് നോക്കാനുള്ള സമയമില്ല.
അപ്പോൾ അതേ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, വെയിറ്റ് ലോസ് ഡ്രിങ്കാണ്. അതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് ഹൈബിസ്കസിൻ്റെ ഉണങ്ങിയ പൂവും പിന്നെ നമ്മുടെ ബേ ലീഫില്ലേ അതും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ജസ്റ്റ് കുടിക്കുക. അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബീൻസ് കുറച്ച് കട്ട് ചെയ്ത് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഇപ്പോൾ വിട്ടാൽ പറ്റില്ലല്ലോ എന്നാണ് ഇക്കാന്ത് വേഗം ഒന്ന് കട്ട് ചെയ്ത് തരുമോ ബാക്കിയുള്ള ബീൻസ് എന്ന് പറഞ്ഞ്. പിന്നെ റനക്കുട്ടീനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റനക്കുട്ടിക്ക് ട്യൂഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഉള്ളി റനക്കുട്ടീൻ്റെ കട്ട് ചെയ്യാൻ പറഞ്ഞു, ബീൻസ് ഇക്കാൻ്റെ അടുത്ത് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇക്ക വന്നിട്ടില്ല, വന്ന് കട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ബാക്കി പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വെള്ളത്തിലേക്ക് ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അവിടെ ആ പട്ടൻ്റെ മരം ഉണ്ട് കേട്ടോ, കുഞ്ഞ് ചെടിയായിട്ട് കൊണ്ട് വെച്ചാണ്. ഇപ്പം നന്നായിട്ട് അത് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസ് വന്നിട്ട് ഒരു 90% വെന്ത് വരുന്ന സമയത്ത് നമുക്കത് എടുക്കണം. ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് തോന്നുകയാണെങ്കിലും നല്ല ബേജാറുണ്ടാവും ചില സമയങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 90% വേകുമ്പോൾ നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതേ സാലഡിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ടക്കോസ് എന്നാണ് ഇവിടെ പറയുന്നത്, ക്യാബേജ്. അതൊക്കെ ഇതുപോലെ ഭയങ്കര നൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാലഡ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാലഡൊന്നും കഴിക്കാനായിട്ട് തോന്നൂല. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ബ്ലൂ പോട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വഴറ്റാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിലും ചിലവരിങ്ങനെ ചോദിക്കാറുണ്ട്, കുറച്ച് ഇറക്കുള്ള ഡ്രസ്സ് ഇട്ടൂടെ സിലു, ചെറിയ ഡ്രസ്സുകൾ നിനക്ക് ചേരുന്നില്ല എന്നുള്ള പോലെ. എനിക്ക് ആക്ച്വലി ഇത് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നല്ല കംഫർട്ടബിളാണ്, കാരണം ബസ്സിലാണ് പോകുന്നത്. ഇറക്കുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പടോന്ന് പോയി വീഴും, പിന്നെ മൊക്കിലാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും കുറച്ചെങ്കിലും ഇറക്കുള്ളത് ഇട്ടൂടെ എന്ന് പറഞ്ഞിട്ട്. ഈ ഡ്രസ്സ് സുഡിയോന്ന് എടുത്താണ് കേട്ടോ, 299 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തു. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ കംഫർട്ടബിളാണ്. നമുക്കൊന്നും പുറത്ത് കാണുന്നൊന്നുമില്ല, അത്യാവശ്യം ലൂസുള്ള ഡ്രസ്സൊക്കെ തന്നെയല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗാർലിക് വന്നിട്ട് ഇതുപോലെ ഇതിനെന്താ പറയുക, അങ്ങനെ സ്ക്യൂസ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം സവാള അരിഞ്ഞ് വെച്ചതുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല ജലദോഷമാണ് ഇപ്പോൾ, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ വോയിസ് ഓവർ കേൾക്കുന്ന സമയത്ത്. പിന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ സാലഡിന് വേണ്ടി വെച്ചു. പിന്നെ ബീൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് വന്നിട്ട് ഗ്രീൻ പീസാണ്, ഫ്രോസൺ വാങ്ങി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, നമ്മൾ മറ്റു ഉണങ്ങിയതാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. എനിക്ക് എപ്പോഴും ഇവിടുത്തെ തിരക്കിൽ ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഈ ഫ്രോസൺ വാങ്ങി വെക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പളേക്കപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ വേഗം ഈസി ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസാണ്. തലേ ദിവസം തന്നെ വെജീസൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പോട്ട് മതി, ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ഇതും കൂടെ ആഡ് ചെയ്താലാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലും ടേസ്റ്റും കൂടെ വരുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. പക്ഷേ ഞാൻ ഫ്രൈ ചെയ്യാതെ ഒരു വേവിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ വെജീസിന് ചെയ്തിട്ടുള്ളത്, കാരണം അതിൻ്റെ ഒരു ഗുണം പോണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ 1 സ്പൂൺ ബട്ടറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ പാന് മാറ്റി വെക്കുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കിതിലേക്ക് ഇട്ടിട്ട് ഇളക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ഞാൻ കുറച്ച് വൈഡ് മൗത്തായിട്ടുള്ള പാനിലേക്ക് ഈ സംഭവങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ട സംഭവങ്ങളും കൂടെ ഞാൻ ഇടയിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ചോറിലേക്ക് ഇടാനുള്ള മല്ലിയിലയും കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു കമൻറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും വന്നു കേട്ടോ. എന്താണെന്നറിയോ, ഈ ഒരു വീഡിയോൻ്റെ ഷോർട്സ് റീലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇടുമല്ലോ, അപ്പോൾ അതിൽ വന്നിട്ട് ഇത് ഫുള്ളും അഭിനയമാണ്, ഇത് സ്കൂളില്ലാത്ത ഒരു ദിവസം ഷൂട്ട് ചെയ്തതാണ്, ഒരിക്കലും സ്കൂളുള്ള ദിവസം ഇങ്ങനെ കുക്കിങ്ങും ഷൂട്ടിങ്ങും എല്ലാം കൂടെ ആയിട്ട് സമയത്തിന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, കാരണം അതങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അവർക്ക് അഭിനയമായിട്ട് തോന്നിയത് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ദേ ഇത് സാലഡിനുള്ള പണിയാണ് കേട്ടോ. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, തപ്പ് തുപ്പ് എന്നൊക്കെ ആവുന്നുണ്ട്. സാലഡിന് വേണ്ട നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികളുടെ കൂടെ, അതായത് വെജിറ്റബിൾസിൻ്റെ കൂടെ ഒരു മധുരത്തിനും വേണ്ടിയിട്ട് പൈനാപ്പിളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സാലഡ് എപ്പോഴും ഒരു പുളിപ്പും മധുരവും എരിവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല കട്ട യോഗേർട്ടാണ്. യോഗേർട്ട് തൈര്, അത് നല്ല കട്ടൊക്കെ ഉണ്ടാവില്ലേ യോഗേർട്ട്, അതാണ്. അതിലേക്ക് ഉണക്കമുളക് പൊടിച്ചത്, ഉപ്പ്, കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയിൽ കൂടെ നമ്മുടെ വെജ്ജീസ്, ഫ്രൈഡ് റൈസിന് വേണ്ട വെജ്ജീസൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ റൈസ് ഒരു 90% വെന്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ്. ഇത് ഒരുപാട് നമ്മൾ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല, ഒരുപാട് ഓയിലും യൂസ് ചെയ്തിട്ടില്ല. ഒരു 2 ക്യൂബോളം 2-3 ക്യൂബോളം ബട്ടർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റൈസൊക്കെ അത്യാവശ്യം നല്ല വെന്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ പ്യുവറായിട്ട് ഒരു എന്താ പറയുക വെജാണ് കേട്ടോ ചെയ്തിട്ടുള്ള പോലെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ വേറെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മല്ലിയിലയും കൂടെ മേലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ് എടുക്കുന്നുണ്ട്, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സാലഡിൻ്റെ പണികളിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് കിളി പോയ അവസ്ഥയിലാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഇതേ തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ സാലഡിനുള്ള ഡ്രസ്സിങ് ആണ് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ വെജീസിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാലഡ് റെഡിയാണ്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിലക്കടലയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ബട്ടറിലേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ചോറിലേക്കും നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം, കുറച്ച് നമുക്ക് സാലഡിലേക്കും ഇടാമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വെടിയിൽ 2 പക്ഷി എന്ന് പറയുന്ന പോലെ പണി ഈസിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതേ കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പും ഇതിലും അതിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 റെസിപ്പിയും അറ്റ് എ ടൈം റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വായി കഴിച്ചതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കഴിക്കാൻ പോലും സത്യം പറഞ്ഞാൽ സമയം കിട്ടൂല, സമയം ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കണം, നമ്മൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കി വീഡിയോയും ഷൂട്ട് ചെയ്ത് കുട്ടികളുടെ ടിഫിൻ ബോക്സിലും ആക്കുമ്പോഴേക്കും അന്നത്തെ 7:45 ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും എനിക്ക് ഇറങ്ങണം. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ചെയ്തതിന് ശേഷം കിച്ചണിലേക്ക് കയറുന്നത്. ചിലപ്പോൾ ടാഗ് ഇട്ടിട്ടുമായിരിക്കും ഞാൻ നിൽക്കുന്നത്, വാച്ച് ഇട്ടിട്ടുമാണ് നിൽക്കുന്നത്. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് മറന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടും. കാരണം ഞാൻ തിരിച്ച് വരാൻ 5 മണി കഴിയും. ഈ 5 മണി വരെ എനിക്ക് പിടിച്ച് വെക്കണം, എൻ്റെ ഫോണിൽ ചാർജ് വേണം, അങ്ങനെ കുറേ സംഭവങ്ങളുള്ളതല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ വരുമ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് എൻ്റെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് എന്താണോ പറ്റുന്നത് അതല്ലേ ഞാൻ ചെയ്യുക. ആരെങ്കിലും തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ട് മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ട് പിന്നെ കുളിച്ച് പിന്നെ പോകാമെന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത്രത്തോളം കമൻസ് കാര്യങ്ങൾ ചിലർ പറയും, ചിലർ നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ചിലർ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, ഇൻഫ്ലുവൻസറിൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എന്താ ചെയ്യാല്ലേ. അപ്പോൾ അതേ ടിഫിനിൽ ലഞ്ച് ബോക്സസ് ഒക്കെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലഞ്ച് ബോക്സ് ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ ക്ലാസ്സിലൊരു ഗർഭിണി ഉണ്ട്. അപ്പോൾ ആൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ആൾ അവിടെ നിന്ന് വാങ്ങുകയാണ് മിക്ക ദിവസങ്ങളിലും ചെയ്യുന്നത് കേട്ടോ. ആളുടെ വെള്ളമാണ് ഞാൻ വാങ്ങി കുടിക്കുന്നത്. ചില ദിവസം ഞാൻ വെള്ളം കൊണ്ടുപോകാറില്ല, വെയിറ്റ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ മറന്നിട്ടൊക്കെ. അങ്ങനെ ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് 5 കുട്ടികൾക്കും എനിക്കും പിന്നെ നവീനയ്ക്കും വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സാണ്. അപ്പോൾ മൊത്തം എത്രയായി? 7 ലഞ്ച് ബോക്സാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട്സിൽ പൈനാപ്പിളും ഒരു ഓറഞ്ചും. അങ്ങനെ അതേ നമ്മുടെ ഇച്ചു ബേബി എണീറ്റ് വന്നിട്ടുണ്ട്. കറക്റ്റ് സമയത്തിന് അലാറം അടിച്ച പോലെ ആൾ ഓടി വരും കേട്ടോ. ഞാൻ പോകണു എന്നുള്ള ആ ഒരു വിഷമമൊക്കെ തന്നെയാണ്. പക്ഷേ അവൾ അതുമായിട്ട് എന്താ പറയുക,
ഓക്കെ ആയി. അവൾക്ക് അങ്ങനെ വലിയ സങ്കടമെന്നൊന്നും പറയാനില്ല. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് എന്നുള്ളത് പോലെ എല്ലാവരും പഠിക്കാൻ പോകണമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പണ്ട് മുതൽ അങ്ങനെയാണ് കേട്ടോ. റനക്കുട്ടിയും ഹയാനും മാത്രമുള്ള സമയത്ത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അവരും പഠിക്കാൻ പോവും, ഞാനും പഠിക്കാൻ പോവും എന്ന രീതിക്ക് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ബാക്കി റനാനത്ത് പറയുകയാണ്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നീ നോക്കിക്കോ. അതായത് മീൻസ് ടിഫിൻ ബോക്സ് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. ഞാൻ അപ്പം തന്നെ മൂടി വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇറങ്ങുന്നത് 7:45 കുട്ടികൾ പോകുമ്പോഴേക്കും 8:30-9 മണിയാവും. അപ്പോൾ ഈ സംഭവം വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ബാക്കി റനക്കുട്ടി അത് സെറ്റാക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാഗിലെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അതിനുശേഷം ദേ ഞാൻ വീണ്ടും വന്നു. സാലഡും കൂടെ ഒരു പാത്രത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ വിശക്കും, പിന്നെ നവീനിക്കും എനിക്കും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ ഇൻ്റർവെൽ സമയത്ത് ചിലപ്പോൾ ഇതങ്ങനെ എടുത്ത് കഴിക്കും കേട്ടോ. ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇവരാരെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കുമ്പോഴേക്കും തന്നെ തല കറങ്ങുന്ന അവസ്ഥയൊക്കെ വരും. കാരണം ഒന്നും കഴിക്കാതെ പോകുന്നതുകൊണ്ട്. വേറെ ഒന്നും കണ്ടല്ല, കഴിക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. ചില സമയം കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പോലും നമുക്ക് പറ്റാറുമില്ല. പിന്നെ അങ്ങനെ കുറേ കൊല്ലയില്ലേ ഈ ശരിക്കും ഭക്ഷണമൊന്നും ഇല്ലാതെ ഇങ്ങനെ ശീലിച്ചിട്ട്. അങ്ങനെ ഇച്ചു ബേബി വിചാരിച്ച് ഇച്ചു ബേബീനെ ഞാൻ എടുത്തിട്ട് പോവാണ് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ടാഗ് ഇന്ന് ഇടാൻ മറന്നതുകൊണ്ട് എൻ്റെ ഹെഡ്സെറ്റ് താഴെ വീണ് അതൊരു പരുവായി. അതുകൊണ്ടാണ് ഈ നേരത്തെ തന്നെ ഓരോന്ന് ചെയ്യണത് കേട്ടോ. പിന്നെ റനക്കുട്ടീനെ വിളിക്കണ കണ്ടോ ആൾക്ക് മനസ്സിലായി ഞാൻ വിട്ടിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ കരയാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കോളേജിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.